നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. CPM-നെ പ്രതിരോധത്തിലാക്കുന്ന പലതരത്തിലുള്ള നടപടികൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ CPM വളരെ വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. കൂടെയുള്ള ഘടകകക്ഷികൾ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ആദ്യമായി CPI-യും ഒപ്പം തന്നെ ഇപ്പോൾ PV അൻവർ MLA-യും അതിനുശേഷം ഇതാ കേരള കോൺഗ്രസ് എമ്മും എത്തുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ എന്താണ് സംഭവിക്കുന്നത്? കേരള കോൺഗ്രസ് എമ്മിൽ സംഭവിക്കുന്നത്, കഴിഞ്ഞ നവകേരള സദസ്സ് പാലായിലെത്തിയപ്പോൾ അന്ന് അവിടുത്തെ MP ആയിരുന്ന തോമസ് ചാഴിക്കാടൻ, അറിയാമല്ലോ, എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, ആ ചാഴിക്കാടനെതിരെ പിണറായി വിജയൻ വേദിയിൽ നടത്തിയ പരസ്യ ശാസനയിൽ തുടങ്ങിയതാണ് ഈ CPM-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗവും തമ്മിലുള്ള ഭിന്നത എന്ന് പറയപ്പെടുന്നത്. അതിപ്പോൾ ഒരു പുതിയ മാനത്തിലേക്ക് പോകുന്നു എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലായിൽ CPM വോട്ട് മറിച്ചതിൽ തുടങ്ങിയ ഭിന്നത പാലായിലെ നഗരസഭാ ഭരണത്തിൽ ഉൾപ്പെടെ തുടരുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ 1,00,000-ലേറെ CPM വോട്ടുകൾ കോൺഗ്രസിനും BDJS-നുമായി ചോർന്നു എന്നതിന് മാണി വിഭാഗത്തിന് കൃത്യമായ കണക്കുകൾ വരെയുണ്ട്. വോട്ട് ചോർച്ച തടയുന്നതിൽ CPM നേതൃത്വം ജാഗ്രത കാണിച്ചില്ല. CPM-കാർ വിവിധ വാർഡുകളിൽ തുഷാർ വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് ഒന്നാമതെത്തിച്ചു. CPI-ക്ക് കരുത്തുള്ള വൈക്കത്ത് ഇത്രയും വോട്ട് ചോർന്നില്ലല്ലോ എന്നുള്ള സംശയങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യം ഇടതുമുന്നണി ചർച്ചയാക്കണമെന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം നിലനിൽക്കുമ്പോൾ CPM പക്ഷേ ഇതൊന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഈ കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം പ്രവർത്തകർക്ക് അതൃപ്തി ഇടയാക്കുന്ന കാര്യങ്ങളാണ്. ഇതിനുശേഷമാണ് വിവിധ തരത്തിലുള്ള സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുകളിലൊക്കെ CPM, അവിടെയും അവർ സ്വീകരിച്ചത് വല്യേട്ടൻ ശൈലിയിൽ മാണിക്കെതിരെ 6 ഇടങ്ങളിൽ അവഗണന നടത്തി എന്നുള്ളതാണ്. മാണി വിഭാഗത്തിന് ചെവി കൊടുക്കാതെയും യോഗം വിളിക്കാതെയും ഒക്കെ CPM പാനൽ പ്രഖ്യാപിക്കുകയായിരുന്നു. അതേസമയം മാണി വിഭാഗം ഏറെക്കാലമായി ഭരണം നടത്തുന്ന ബാങ്ക് തിരഞ്ഞെടുപ്പുകളിൽ CPM-ന്റെ പ്രാതിനിധ്യം വാങ്ങിയെടുക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് 10 മാസം മാത്രം ബാക്കി നിൽക്കെ CPM-ന്റെ ഏകാധിപത്യ നിലപാട് ജില്ലയിൽ കേരള കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിമർശനം. ജില്ലാ പഞ്ചായത്ത് മുതൽ ഗ്രാമപഞ്ചായത്ത് വരെ നിലവിലുള്ള പ്രാതിനിധ്യം തുടരാനാകുമെന്നില്ലെങ്കിൽ LDF സഖ്യത്തിൽ തുടർന്നിട്ട് കാര്യമില്ല എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത്. മാത്രമല്ല, പിണറായി സർക്കാർ വിരുദ്ധ വികാരം ലോക്സഭയിൽ എന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചാൽ നിരവധി പഞ്ചായത്തുകളിൽ മാണി വിഭാഗത്തിന് വിലാസം തന്നെ ഉണ്ടാകില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ്. ഇതേ പ്രതികരണം തന്നെ വീണ്ടും 2 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭയിലേക്കും നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ അടക്കം ഈ കേരള കോൺഗ്രസിൻ എമ്മിനുള്ളവർ പറയുന്നത് എന്നുള്ളതാണ്. അവരുടെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. കടുത്ത വിലപേശലിനൊടുവിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത് CPM കാണിച്ച ഉദാരമായ ആനുകൂല്യം എന്നാണ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കിയെന്ന പരാതിയിൽ CPM-ന്റെ വിശദീകരണമായി മുന്നോട്ട് വരുന്നത്. നമുക്കറിയാമല്ലോ, UDF-ലായിരിക്കെ മുൻപൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസുമായി വിലപേശി ഏകദേശം 50% പ്രാതിനിധ്യം മാണി വിഭാഗം വാങ്ങിയെടുത്തിരുന്നു. അതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ്. LDF-ൽ ചേർന്നതിന് ശേഷം നടന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച പ്രാതിനിധ്യം പോലും അടുത്ത തിരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ ജനപ്രതിനിധികളുടെയും മണ്ഡലം ഭാരവാഹികളുടെയും ആക്ഷേപം. CPM നൽകുന്ന സീറ്റുകളിൽ തൃപ്തിപ്പെടേണ്ടി വരുമെന്നും മണ്ഡലം കമ്മിറ്റികളിൽ വിമർശനം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയം തോൽവിക്ക് ശേഷം LDF ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടുന്നതിലും CPM അമാന്തം കാട്ടുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം LDF-ൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർക്ക്. എല്ലാവർക്കും ഒന്നും പറയില്ല. ചിലപ്പോൾ രാജ്യസഭ MP ആയി നിൽക്കുന്നത് കൊണ്ട് കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണിക്കും വിഭാഗത്തിനും ചിലപ്പോൾ താല്പര്യക്കുറവ് കാണും LDF ഇടാൻ. പക്ഷേ റോഷി അഗസ്റ്റിൻ മന്ത്രിക്കും ഒപ്പം തന്നെ റോഷി അഗസ്റ്റിനോടൊപ്പമുള്ള ഒരു വിഭാഗത്തിനും ഇന്നും കോൺഗ്രസിനോടൊരു താല്പര്യമുണ്ട്. വീണ്ടും ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിക്കണമെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചാൽ മാത്രമേ വീണ്ടും ജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ റോഷി അഗസ്റ്റിനും റോഷി അഗസ്റ്റിനോടൊപ്പമുള്ളവരും UDF-ലേക്ക് പോകാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുകയാണ്. മാത്രമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു പോയിട്ടുള്ള വമ്പം പരാജയത്തിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സ്ഥിതിവിശേഷം തുടരുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം തന്നെ ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവാണ് റോഷി അഗസ്റ്റിനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.
റോഷി അഗസ്റ്റിനോടൊപ്പമുള്ളവരും ചിലപ്പോൾ UDFിലെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് അനൂപ് ജേക്കബും റോഷി അഗസ്റ്റിനും ചേർന്ന് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കിയെടുത്താൽ അങ്ങനെ കേരള കോൺഗ്രസ് LDFിൽ നിന്നും UDFിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകും. അങ്ങനെ മന്ത്രിസ്ഥാനം വരെ ത്യജിച്ചുകൊണ്ട് റോഷി അഗസ്റ്റിൻ ചിലപ്പോൾ LDF വിടാനുള്ള സാധ്യതകളും ഏറെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.